എങ്ങനെയാണ് ആകാശത്തെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? ആ ചിന്ത ഞങ്ങൾക്ക് അപരിചിതമാണ്. ലോകത്താകമാനമുള്ള പരിസ്ഥിതി സ്നേഹികളെ ആവേശത്തിലാക്കിയ ഈ വാക്കുകൾ പറഞ്ഞത് അമേരിക്കയിലെ ഒരു ഗോത്രവർഗ തലവനാണ്, സിയാറ്റിൽ മൂപ്പൻ. അത് ഒരു മൂപ്പൻ്റെ മാത്രം ശബ്ദമായിരുന്നില്ല. നൂറ്റാണ്ടുകളായി അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിലനിന്നിരുന്ന ലക്ഷക്കണക്കിന് ഗോത്രവർഗക്കാരുടെ ശബ്ദമായിരുന്നു അത്. കച്ചവടത്തിനെന്ന പേരിൽ തങ്ങളുടെ ദേശത്ത് കടന്നുകൂടുകയും സർവ്വതും കൊള്ളയടിച്ചും ചുട്ടെരിച്ചും കടന്നു കളഞ്ഞ പരദേശികളോടും അവരുടെ പിന്മുറക്കാരോടും അവർക്ക് വലിയ അമർഷമാണ്. ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ് പ്രാചീന അമേരിക്കൻ സംസ്കാരങ്ങൾ. കാറ്റും മഴയും വെയിലും ആ മഹാസംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളായി ഇന്നും നിലനിൽക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പ്രാചീന അമേരിക്കൻ സംസ്കാരങ്ങളെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മഞ്ഞിൽ വിരിഞ്ഞ പാലമെന്നോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് എന്നുവെച്ചാൽ അങ്ങ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ പല സമുദ്രഭാഗങ്ങളും അന്ന് മഞ്ഞ് മൂടിക്കിടക്കുകയായിരുന്നു. അക്കാലത്ത് ഏഷ്യ ഭൂഖണ്ഡത്തെയും അമേരിക്കൻ ഭൂഖണ്ഡത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കരഭാഗമുണ്ടായിരുന്നു. ബെറിംഗ് ലാൻഡ് ബ്രിഡ്ജ് എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ചെറിയൊരു പാലമായിരിക്കുമെന്ന്. എന്നാൽ അതിന് ചില ഭാഗങ്ങളിൽ 1000 കിലോമീറ്റർ വരെ വീതിയുണ്ടായിരുന്നു. ഈ ഭാഗത്തുകൂടെയായിരുന്നു മാമത്തുകളും കുതിരകളും ചെന്നായ്ക്കളും സഞ്ചാരം നടത്തിയിരുന്നത്. അതിനെ പിന്തുടർന്ന് മനുഷ്യരും. അങ്ങനെ ചിലർ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ സ്ഥിരതാമസക്കാരായി. അങ്ങനെയാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ആദ്യമായി മനുഷ്യർ എത്തിച്ചേർന്നത് എന്നും കാലം പിന്നെയും മുന്നോട്ട് പോയി. ഭൂമിയിലെ മഞ്ഞുരുകി തുടങ്ങി. സമുദ്രത്തിൻ്റെ ജലനിരപ്പ് കൂടി. അങ്ങനെ ബെറിംഗ് ബ്രിഡ്ജും വെള്ളത്തിനടിയിൽ മുങ്ങി. അമേരിക്കയിലെത്തിപ്പെട്ട മനുഷ്യരുടെ പിന്മുറക്കാർ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല പ്രദേശങ്ങളിലും താമസമുറപ്പിച്ചു. അങ്ങനെ അവർ പല ഗോത്രവിഭാഗങ്ങളായി മാറി. ആ ഓരോ ഗോത്രവിഭാഗത്തിനും അവരുടേതായ രീതികളും ആചാരങ്ങളും രൂപപ്പെട്ടു വന്നു. കൃഷിയിലും ഗണിതത്തിലും ചിത്രകലയിലും ശില്പകലയിലുമൊക്കെ അവർ അറിവ് നേടി. അങ്ങനെ എക്കാലത്തെയും വിസ്മയങ്ങളായ ചില ലോക നിർമ്മിതികളും അവർ നിർമ്മിച്ചു. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഉടലെടുത്ത ഒൾമെക് സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പരിശോധിക്കാം. പ്രാചീന അമേരിക്കയിൽ ആദ്യകാല സംസ്കാരങ്ങൾ ഒന്നായിരുന്നു ഈ ഒൾമെക് സംസ്കാരം. മെക്സിക്കൻ സമുദ്രതീരത്ത് വികസിച്ച് BC 1500 മുതൽ BC 400 വരെ നിലകൊണ്ടിരുന്നു ഈ സംസ്കാരം. തുടർന്ന് വന്ന ഒരു സംസ്കാരത്തിൻ്റെയും അടിത്തട്ടായിട്ടാണ് ഈ ഒൾമെക് സംസ്കാരം നിലകൊണ്ടത്. ഈ ഒൾമെക് സംസ്കാരത്തെ പ്രാചീന അമേരിക്കൻ സംസ്കാരങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്.